നമസ്കാരം. ഈ കൃഷിഭൂമിയുടെ ഒരു സാമൂഹിക ധർമ്മം എന്താണെന്നറിയാമോ? കൃഷിഭൂമിയുടെ സാമൂഹ്യ ധർമ്മം യഥാർത്ഥത്തിൽ പശുത്പാദനം മാത്രമല്ല, ഇവയുടെ തരിശിടലും വിളമാറ്റവും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളോടൊപ്പം ഒരുപറ്റം ജനവിഭാഗങ്ങളുടെ തൊഴിലില്ലായ്മ ഇതിനെ വളരെയധികം കുഴപ്പത്തിലാക്കും. അതോടൊപ്പം തന്നെ ശുദ്ധജല മത്സ്യങ്ങളുടെ തകർച്ചയ്ക്ക് ഇത് കാരണമാകുന്നു. അതോടൊപ്പം തന്നെ വിവിധതരം പക്ഷികളുടെ തീറ്റ കണ്ടെത്തുന്നത് പാടശേഖരങ്ങളിലാണ്. ഏകദേശം ഒരു 2015 ഇവിടുത്തെ അവസാനമായി ഈ തുറവക്കലിൽ കൃഷി നിന്നത്. നെല്ല് കൊയ്യാതെ ഇട്ടുപോയ ഒരു വീഡിയോ ഏഷ്യാനെറ്റിൻ്റെ കണ്ണാടി പൊക്കാളിയിൽ കാണിക്കുകയുണ്ടായി. ആറ്റക്കുരുവി എന്ന് പറയുന്ന ഒരിനം പക്ഷി നമ്മുടെ ഈ കാർഷിക മേഖലയുടെ അരികിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കും. അതിൻ്റെ പ്രധാന കാരണം ഈ നെൽകൃഷി അന്യം നിന്ന് പോയതാണ് പ്രധാന വിഷയം. അതോടൊപ്പം തന്നെ പാടശേഖരങ്ങളുടെ അരികിൽ കരദ്രാവക മാലിന്യങ്ങൾ, ചീഞ്ഞലിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുവന്നത് യാതൊരുവിധ നിയന്ത്രണമില്ലാതെ തട്ടിക്കൊണ്ടിരിക്കും. അത് പാടശേഖരങ്ങളോട് മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ ജനദ്രോഹവും അഴിമതി, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അധർമ്മമാണെന്ന് വേണം പറയേണ്ടത്. കാരണം ഒരേക്കർ പാടത്ത് 1240 ഘനമീറ്റർ ജലത്തെ സംഭരിച്ചു നിർത്താൻ നമ്മുടെ നെൽപ്പാടശേഖരങ്ങൾക്ക് കഴിയും. ഇങ്ങനെ സംഭരിച്ചു നിർത്തുന്ന അമൂല്യമായ ശുദ്ധജലം അല്ലെങ്കിൽ ശുദ്ധജല ശേഖരണം നമ്മുടെ ഭൂഗർഭജല അറകളിലേക്ക് കിഴിഞ്ഞിറങ്ങുന്നുണ്ട്. എന്നാൽ ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തട്ടുന്നത് മൂലം ഈ മാലിന്യങ്ങൾ ഇവിടെ ചീഞ്ഞലിഞ്ഞ് ദുർഗന്ധം വമിച്ച് അത് ഭൂഗർഭജല അറകളിലേക്ക് കിഴിഞ്ഞിറങ്ങുന്നത് വഴിയും ഒപ്പം മറ്റ് മൃഗങ്ങൾ, പട്ടി, കാക്ക, മറ്റ് പക്ഷിമൃഗാദികളെല്ലാം വലിച്ച് എറിഞ്ഞ് അതിനെ കൊത്തി തിന്നും മറ്റ് സാംക്രമിക രോഗങ്ങൾക്കൊക്കെ ഇത് കാരണമാകാറുണ്ട്. ഇവിടെ ഇപ്പോൾ മത്സ്യം പിടിച്ച് ഉപജീവനം കഴിയുന്ന ഒരു പറ്റം വിഭാഗങ്ങളുണ്ടായിരുന്നു. കൃഷിയും അനുബന്ധ മത്സ്യത്തൊഴിലും അവരെല്ലാം ഒരു സീസണിൽ ഈ പാടശേഖരങ്ങളിലെ തോടുകളിലൊക്കെ ഇറങ്ങി മീൻ പിടിച്ച് കഴിയുന്നവരാണ്. അങ്ങനെ ഈ മലിനജലത്തിൽ മീൻ പിടിച്ച് കഴിഞ്ഞവർ എൻ്റെ അറിവിൽ ഒരു 3-4 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. രോഗം പിടിപെട്ട് മരണപ്പെട്ടു, ആരോഗ്യത്തിൻ്റെ കാരണങ്ങളാൽ രോഗം പിടിപെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ പാടശേഖരങ്ങളുടെ സാമൂഹ്യ ധർമ്മം അനേകമായിരം ഗുണങ്ങളാണ് പാടശേഖരങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ പാടശേഖരങ്ങൾ ഇങ്ങനെ നികത്തുന്നത്, ഈ തരത്തിൽ നികത്തുന്നത് വില്ലേജ് ഓഫീസറുടെയോ ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഉപദേശം കിട്ടിയിട്ട് തന്നെയാണ് ഈ തരത്തിൽ കൃഷിഭൂമി നികത്തുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ അനുമതി ഇല്ലാതെ ഇത്രയും ഭാഗം, ഏകദേശം ഒരു 5 സെന്റോളം വരുന്ന ഭാഗം എങ്ങനെ നികത്താൻ അനുമതി കിട്ടി? അപ്പൊ അനുമതി കൊടുക്കുന്നത് ഇവിടുത്തെ കർഷക ഡിപ്പാർട്ട്മെന്റോ അതല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി കിട്ടിയിട്ട് തന്നെയാണ് ഈ തരത്തിൽ ഈ കൃഷിഭൂമി നികത്തുന്നത്. കൊണ്ടുവരേണ്ടത് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തന്നെ. അവരാണ് യഥാർത്ഥ പ്രതികൾ, അവരാണ്. അല്ലാണ്ട് ഈ നിലം നികത്തിയ ആ ഉടമയല്ല യഥാർത്ഥത്തിൽ കുറ്റവാളി. ഇതിന് കൂട്ടുനിന്ന് കൊടുത്ത കൃഷി ഡിപ്പാർട്ട്മെന്റും വില്ലേജ് ഓഫീസറും റവന്യൂ ഡിപ്പാർട്ട്മെന്റുമാണ് യഥാർത്ഥ കുറ്റവാളി. പഞ്ചായത്ത് അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഒരു മാതൃക കാണിച്ചു കൊടുക്കണ്ട. കാര്യം ഭാവിയിൽ വരുന്ന തലമുറകൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള നെൽകൃഷി, നെല്ല്, അരി, ചെട്ടൂരിപ്പരി അല്ലെങ്കിൽ പൊക്കാളി പാടശേഖരങ്ങളിൽ ഈ കൃഷി നല്ല രീതിയിൽ ചെയ്താൽ പച്ചക്കറികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ വയലുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ വയലുകളെല്ലാം ഇങ്ങനെ നികത്തി പുതിയ പുതിയ കെട്ടുകൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ നമുക്ക് തലമുറക്ക് നമ്മൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇതിനെപ്പറ്റി സാറിന്. അതായത് ഈ പാടശേഖരങ്ങളുടെ അരികിൽ
ഫാക്ടറികളോ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള സംവിധാനങ്ങളോ കൊണ്ടുവരുന്നത് പാടശേഖരൻ്റെ അരികിലല്ല കൊണ്ടുവരേണ്ടത്. പാടശേഖരങ്ങൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ നിവർന്നു നിൽക്കുവാനുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഇടമാണ് പാടശേഖരങ്ങൾ. ഒരുപാട് പൈസകളും മറ്റ് ആനുകൂല്യങ്ങളും സബ്സിഡികളും കൊടുക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ നെൽപ്പാടങ്ങൾ വെറും തരിശായി കിടക്കുകയാണ്. കുറഞ്ഞ കൃഷിയോട് കുറച്ച് ഒരു പിന്നെ ജീവാശ്വാസത്തിൽ നടക്കുന്ന കുറച്ച് കർഷകർ മാത്രം ഈ പറയുന്ന 950 1000 ഏക്കർ കൃഷി ഭൂമിയിൽ കുറേ 10-15 ഏക്കർ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് നേട്ടാ കിട്ടുന്നത്? നമ്മളെ പണ്ടുള്ള നമ്മുടെ അച്ഛനമ്മമാരുടെ കാലത്ത് ഈ 960 1000 ഏക്കർ പാടശേഖരയിൽ മൊത്തം കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഓർത്തു പോവുക. ആ ഒരു രീതി നമ്മുടെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഏത് ഗവൺമെൻറ് ആകട്ടെ, ഒരു ഗവൺമെൻറ്റിനെ താത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ വരുന്ന ഗവൺമെൻറ്റുകൾ ഇതിനൊരു നല്ല രീതിയിലുള്ള ഒരു പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കൃഷിയെയും അവനെ പറ്റി ചോദിക്കുന്ന അവൻ്റെ ജീവിത മാർഗങ്ങളെയും നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പിന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ടുകൾ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ. അതെ, തീർച്ചയായിട്ടും. ഈ കൃഷി എന്നുള്ളത് ഒരു സാംസ്കാരിക മേഖലയാണ് കൃഷി. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാരണം കൃഷിയിൽ നിന്നുമാണ് നമുക്ക് വിവിധ തരത്തിലുള്ള പാട്ടുകളും അതുപോലെ തന്നെ നൃത്തങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകളൊക്കെ എല്ലാം ഉണ്ടാകുന്നത് കൃഷിയിൽ നിന്നാണ്. അവൻ്റെ കൃഷിഭൂമിയിൽ അവൻ്റെ വിളകൾ സംരക്ഷിക്കപ്പെടണം, അത് 100 മേനെ വിള കിട്ടണം എന്നുള്ള പ്രാർത്ഥന, അതൊരു ആരാധനയായി അവൻ ആഗ്രഹിക്കുന്ന മൂർത്തികളെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നത് കൃഷിയുടെ നിന്ന് തന്നെയാണ് അവൻ തുടങ്ങിയത്. ഈ 950 അല്ലെങ്കിൽ 2000 ഏക്കർ പട്ടണക്കാട് ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന 2000 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളുടെ അരികിൽ വിവിധ തരത്തിലുള്ള ആരാധനാലയങ്ങളുണ്ട്. ഈ ആരാധനാലയങ്ങൾ വന്നതും കൃഷിയിൽ നിന്ന് തന്നെ വന്നത്. പ്രാർത്ഥന കൊണ്ട് ഇവിടുത്തെ പ്രകൃതിയുടെ ശക്തികൾ, അതായത് കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കുവാൻ കഴിയുന്നത് എങ്ങനെ പ്രാർത്ഥിച്ചു? എൻ്റെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനാലയങ്ങളെല്ലാം തന്നെ വന്നത്. അപ്പൊ പ്രാർത്ഥന കണ്ടെത്തിയത് ഈ കൃഷിയിൽ നിന്നാണ്. വിവിധ തരത്തിലുള്ള ദൈവങ്ങളെ ഉൽപ്പാദിച്ചതും കൃഷിയിൽ നിന്നാണ്. അപ്പൊ കൃഷി വലിയൊരു സാംസ്കാരിക മേഖല തന്നെയാണത്. അപ്പോ കൃഷിയിൽ നിന്ന് എന്തെല്ലാം നമുക്ക് തരുന്നു? നമുക്ക് വിദ്യാഭ്യാസം തരുന്നു, ഓരോ കണ്ടുപിടുത്തങ്ങൾ. അതായത് ഒരു വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാമെന്ന് കർഷകൻ കണ്ടുപിടിച്ച്. ഒരു വിദ്യാഭ്യാസം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള ചിറകളും വയലുകളൊക്കെ എങ്ങനെ ഒരുക്കി? ഇന്നിപ്പോ നമ്മുടെ കുട്ടികള് പാഠപുസ്തകത്തിൽ പഠിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ, ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലുള്ള നമ്മുടെയൊക്കെ അച്ഛനപ്പൂപ്പന്മാരിതെല്ലാം ചെയ്ത് കാണിക്കായിരുന്നു. നമ്മൾ പറയുകയാണ്. നമ്മുടെ കുട്ടികളോട് ഇപ്പൊ ഇന്നത്തെ ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള അധ്യാപകരോ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ പറയുകയാണ്. അപ്പോഴും ഞങ്ങളിത് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഞാനൊക്കെ കർഷക തൊഴിലാളിയുടെ മകനാണ്. അപ്പൊ കൃഷി എന്ന സാധനം യഥാർത്ഥത്തിൽ പല വിധത്തിലുള്ള ഗുണങ്ങളാണ്, നമുക്ക് പാഠങ്ങളാണ് പഠിപ്പിച്ചു തന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കൃഷി വലിയൊരു പോറ്റമ്മ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഭൂമി മാതാവാണ്. അതിനെ പൊന്നു വിളയിപ്പിക്കാൻ കഴിയും. അത് ഗവൺമെന്റിന്റെ നയങ്ങൾ തെറ്റാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മുടെ ഈ കൃഷിഭൂമികൾ ഇങ്ങനെ നികത്തി കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഒരു 10, 80, 70 വയസ്സാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും. അപ്പൊ ഇനി വരുന്ന തലമുറകൾ ഇവിടെ ഇങ്ങനെ കൃഷി ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ നെൽപ്പാടം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അവരുടെ അച്ഛന്മാരുടെ ഒക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അതൊക്കെ മാറ്റിക്കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നെൽകൃഷിയെ സംരക്ഷിക്കണം, നമ്മുടെ നെൽപ്പാടങ്ങളെ സംരക്ഷിക്കണം. ഈ ഓരി വെള്ളം കയറ്റി നമ്മൾ ഈ ചെമ്മീൻ കൃഷി നടത്തുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം സാറിന് എന്താണ്? അത് യഥാർത്ഥത്തിൽ പാടശേഖരങ്ങളിൽ ഓരി വെള്ളം കയറ്റി ചെമ്മീൻ കൃഷിയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നമ്മുടെ മേഖല അറബിക്കടലിന്റെ തീരദേശ മേഖലയാണ്. അറബിക്കടലിന്റെ തീരദേശ മേഖലയിൽ പ്രകൃതിയാൽ തന്നെ ഒരു ഉപ്പ് രസം നമ്മുടെ വെള്ളത്തിനുണ്ട്. അത് പ്രത്യേകിച്ച് വെള്ളം കെട്ടി ഈ ചെമ്മീൻ പാറ്റുന്ന ഒരു സമ്പ്രദായം നടത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ അരൂർ മേഖലയിലെ
മിക്ക മത്സ്യസമ്പത്തും ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേമ്പനാട് കായല്, നമ്മുടെ പടിഞ്ഞാറ് പൊഴിച്ചാല്, അറബിക്കടലിന്റെ കിഴക്കോറം ഉള്ള പൊഴിച്ചാൽ എന്ന് പറയുന്ന പൊഴി, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊഴികളും കായലുകളിലും നല്ല വിധത്തിലുള്ള മത്സ്യസമ്പത്ത് ഉണ്ടായിരുന്നു. ആ മത്സ്യസമ്പത്ത് തകരാനുള്ള പ്രധാന കാരണം നമ്മുടെ അരൂർ മേഖലയിലെ ചെമ്മീൻ ഫീലിംഗ് സീ ഫുഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനികളാണ് പ്രധാന കാരണം. അത് വേണം, അത് വേണ്ടെന്നല്ല, അങ്ങനെ ഒരു കമ്പനി ഉള്ളത് കൊണ്ടാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കഴിയുന്നത്. അത് വേണ്ടെന്ന് അതിൽ കൊള്ളികലെന്നല്ല ഞാൻ വെക്കുന്ന വാദഗതി. അതിനെ പരിപാലിപ്പിച്ച് അതിനെ നിർത്തേണ്ട ഗവൺമെന്റ്, അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട ഗവൺമെന്റ് നല്ല നികുതിയും നല്ല ടാക്സും നല്ല തരത്തിലുള്ള വരുമാനവും ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഗവൺമെന്റ് ഇതിനെ പരിപാലിക്കുവാൻ, ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഈ വെള്ളം ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിടാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല, ചെയ്യുന്നില്ല. അതാണ് ഈ മേഖലയിലെ പുഴകളും കായലുകളും തോടുകളെല്ലാം മലിനമാകുന്നതും ആ മലിനമാകുന്നത് വഴി നമ്മുടെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം അതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ പുറം നാടുകളിൽ നിന്നും മത്സ്യത്തെ ഇപ്പൊ എന്താ പറയുക, ഫിഷേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ധനസഹായത്തോടു കൂടിയൊക്കെ പിന്നെ ഫിഷേഴ്സ് കോളേജുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ മത്സ്യം വിലക്ക് മേടിച്ചിട്ടാണ് ഇപ്പൊ ഒരു കെട്ടുകെട്ടാക്കി വളർത്തുന്നത്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഒരു ചെമ്മിച്ചോലകളും അതുപോലെ തന്നെ മത്സ്യങ്ങളും ഈ പറയുന്ന പുഴകളിൽ ധാരാളമായി ഉണ്ടാകുമായിരുന്നു. ആ പുഴകളിലെ മത്സ്യങ്ങളെ ഈ പറയുന്ന പാടശേഖരത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറും. ആരും കയറ്റാൻ നിൽക്കണ്ട. അങ്ങനെ വളരുന്ന മത്സ്യമാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവന്റെ ഉപജീവന മാർഗം. അതായത് ഒരു പൂപ്പ് നെൽകൃഷി കഴിഞ്ഞുകൊണ്ട് അടുത്ത ആ കൃഷി ഭൂമിയെ കൃഷിയോഗ്യമാക്കി എടുക്കുന്ന പരിപാടിയായി ചെറുവിട്ട്, തോട് വെട്ട്, ചെറു പിടിക്കൽ, ഇങ്ങനെ വരുമ്പോൾ ആ വെള്ളത്തിൽ വറ്റി കിട്ടുന്ന മത്സ്യങ്ങളെയാണ് ഇവിടുത്തെ ഭൂരഹിത കർഷക തൊഴിലാളികൾ എന്ന് പറയുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ പറയുന്നവര് അവര് പിടിച്ച് അവരുടെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിക്കുക. ഈ പാടശേഖരങ്ങള് പിന്നെ നികത്തുന്നതിനെതിരായിട്ട് ഗവൺമെന്റ് ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് വരും. കാര്യം നമുക്ക് വരുന്ന തലമുറക്ക് കൃഷിഭൂമി അവർക്ക് കൊടുക്കണം. അല്ല, ഇത് അതല്ല പ്രധാന കാരണം. ഈ ഇത്രയും പാട് നികത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വില്ലേജ് ഓഫീസറും ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റും അറിഞ്ഞിട്ടാണ്, അവരുടെ അനുമതിയോടുകൂടിയാണ് ഈ കുറ്റകൃത്യം ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ ഉടമ ചെയ്തിരിക്കുന്നത്, നിലത്തിന്റെ ഉടമ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നിലത്തിന്റെ ഉടമ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥനല്ല കുറ്റവാളി. ഇതിനെ സപ്പോർട്ട് ചെയ്ത് 4 ശമ്പളം മേടിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ നിലം ഇങ്ങനെ നികത്തിയിരിക്കുന്നതെന്നാണ് വാസ്തവം. അപ്പൊ അതിന് വേണ്ട വിധത്തിൽ ഇത് ഈ മണ്ണ് ഇവിടെ നിന്നെടുത്ത് മാറ്റി പഴയപടി ഇതിനെ പൂർവ്വസ്ഥിതിയിലാക്കണം എന്നാണ് കൃഷി ഡിപ്പാർട്ട്മെന്റിനോടും വില്ലേജ് ഓഫീസറോടും നമുക്ക് പറയാനുള്ളത്. അതിന് വേണ്ട പരാതികളും കാര്യങ്ങളും നമുക്ക് ഉടൻ തന്നെ അത് എഴുതി അതിന് വേണ്ട വിധത്തിൽ അവരെ കാണേണ്ടവരെ കണ്ട് ഇതിന് വേണ്ട വിധത്തിലുള്ള പരാതികൾ തരുന്നതായിരിക്കും എന്ന് മാത്രം നമ്മൾ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുക അല്ലേ. അപ്പൊ നന്ദി, നമസ്കാരം. ശരി.